നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സൗദിയിൽ ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൽ കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി 4 ദിവസത്തിനകം റിയാദ് കോടതി വീണ്ടും പരിഗണിക്കുമെന്ന് റിപ്പോർട്ട്. ഡിസംബർ 12 ഉച്ചയ്ക്ക് 12:30 അടുത്ത സിറ്റിംഗ് എന്നാണ് ലഭിക്കുന്ന വിവരം. അന്ന് മോചന ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് റഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അൽ അബാറും റിയാദ് സഹായ സമിതി ഭാരവാഹികളും അറിയിച്ചു. ഇന്നത്തെ ദില്ലി ചലോ മാർച്ച് നിർത്തിയതായി കർഷക സംഘടനകൾ. തീരുമാനം 15 കർഷകർക്കും ഒരു മാധ്യമപ്രവർത്തകയ്ക്കും പരിക്കേറ്റ സാഹചര്യത്തിൽ യോഗം ചേർന്ന് തുടർ നടപടികൾ പ്രഖ്യാപിക്കുമെന്നും കർഷക സംഘടനകൾ അറിയിച്ചു. പാലോട് നവവധുവിന്റെ ആത്മഹത്യ. സുഹൃത്ത് അജാസ് മർദ്ദിക്കുന്നത് കണ്ടെന്ന് ഭർത്താവ് അഭിജിത്തിന്റെ മൊഴി. ശംഖുമുഖത്ത് വെച്ചാണ് മർദ്ദിച്ചതെന്നും അഭിജിത്ത് മൊഴിയിൽ പറയുന്നു. തെളിവെടുപ്പിനായി പോലീസ് അജാസുമായി ശംഖുമുഖത്തേക്ക്. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കൊച്ചിയിലെത്തി. ധനമന്ത്രി KN ബാലഗോപാൽ ധനകാര്യ കമ്മീഷൻ അംഗങ്ങളെ സ്വീകരിച്ചു. കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനാഗരിയെയും സംഘവുമാണ് കൊച്ചിയിലെത്തിയത്. യാക്കോബായ സഭയ്ക്ക് പുതിയ അധ്യക്ഷൻ. ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയസ് ആണ് യാക്കോബായ സഭയുടെ അടുത്ത അധ്യക്ഷൻ. വൈകാതെ തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നും പത്രിയാർക്കീസ് ബാവ. നിലവിൽ മെട്രോപൊളിറ്റൻ ട്രസ്റ്റിയാണ് ബിഷപ്പ് ജോസ് മാർ ഗ്രിഗോറിയസ്.